ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അംഗനവാടി പോകാൻ നോക്കുകയാണ്. ആയിഷാസിലൊക്കെ മാറ്റിയിട്ട് പോയി, ഉമ്മയും മാറ്റിയിട്ട് പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി, അവരൊക്കെ മാറ്റി കൊടുത്തിട്ട് വിട്ടിട്ട് ഞാൻ മാറ്റാൻ നിന്നുകൊണ്ട് നേരം പോയി. അപ്പോൾ അംഗനവാടിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ആയതുകൊണ്ട് ഓടുകയാണ്, സമയം ആയിട്ടുണ്ടേനു. അല്ല, കൊറേ എടുത്ത് ഇങ്ങനെ ഇനിയിപ്പോ കോട്ടി ഫോട്ടോ എടുക്കുന്നില്ലേ? ഞാൻ വീഡിയോ എടുക്കുന്നു. പുറകല്ലേ കിട്ടുക അങ്ങനെ അടിപൊളിയായിട്ട് കൊടിയെല്ലാം ഉയർത്തി. അപ്പം നമ്മളെ അംഗനവാടിയിലെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മമാരും കുട്ടികളും പിന്നെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ തീരെ ആരും ഇല്ലാണ്ട് നിൽക്കാറില്ല അധികവും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ കൊടി ഉയർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റാലി എന്നുള്ള രീതിയിൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ. പിന്നെ നമ്മൾ അതിന് ശേഷം തിരിച്ചു വന്നിട്ട് കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സും എന്തായാലും എല്ലാവരും വന്നതല്ല, അപ്പോൾ ക്ലാസ് ഇല്ലാണ്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സമയം ടീച്ചറും എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചതാ. കൗൺസിലർ സംസാരിച്ച് കഴിഞ്ഞ് ഇന്ന് ആയിഷുവിന് എന്തോ ഒരു മൂഡ് ഔട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ കരച്ചിലും പഴയായിരുന്നു. അങ്ങനെ ഒന്നിലും നിന്നിട്ടില്ലാതെ കണ്ടോ, വന്നിട്ട് മടിയിൽ ഇരുന്നിട്ടുണ്ട്, കണ്ണൊക്കെ തിരുമുന്ന് ഉറക്ക് തെളിഞ്ഞിട്ടില്ലേന്നാവോ, അതുകൊണ്ടായിരിക്കാവോ അറിയില്ല. പിന്നെ നമ്മളെ കുട്ടികളെ യൂണിഫോമിൻ്റെ ഈ വർഷത്തെ യൂണിഫോം മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങേ നിൽക്കുന്നവർ. പിന്നെ കുട്ടികൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അവർ അളവെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ആയിഷു കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പറഞ്ഞിട്ട് കുറേ സമയം പോയില്ല. പിന്നെ ഉമ്മ ഉന്തി പറഞ്ഞേച്ചപ്പം പോയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് വന്നിട്ടുണ്ട് അമ്മമാർക്ക്. അത് കൊറോണ സമയത്തെ വന്നതാണ്, പക്ഷേ ഇപ്പോഴാണ് അവർക്ക് തരാൻ പറ്റിയതെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടിപൊളി പായസമൊക്കെ കുടിക്കുന്നുണ്ട്. പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ്. പിന്നെ കുട്ടികൾ ഇലയിൽ കഴിക്കുന്നുണ്ട് പായസം. അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും. പിന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എവിടേക്കോ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ ടീച്ചറെ ഡാൻസ് കാണുന്നുണ്ട്. TV ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഓഗസ്റ്റ് 15 റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.